നിങ്ങൾ ഫ്രോസൺ ഷോൾഡർ കൊണ്ട് ബുദ്ധിമുട്ടുകയാണോ? ഒരു പോയിന്റിൽ കൂടുതൽ കൈ എത്ര ശ്രമിച്ചിട്ടും പൊങ്ങുന്നില്ലേ? എന്നാൽ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തന്നെ പറയട്ടെ, ഫ്രോസൺ ഷോൾഡർ എന്ന കണ്ടീഷൻ ഒരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷൻ ആണ്. അതായത് നിങ്ങളിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിലും തന്നെ ആ ഒരു ഫ്രോസൺ ഷോൾഡർ എന്ന കണ്ടീഷൻ മാറും. ഫ്രോസൺ ഷോൾഡർ എന്ന കണ്ടീഷൻ നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്റ്റേജസിലായിട്ടായിരിക്കും വരുന്നത്. അതായത് ആദ്യം പെയിൻ വരും, പിന്നീട് സ്റ്റിഫ്നെസ് കണ്ടുവരും, പക്ഷെ ലാസ്റ്റ് ഒരു ഫേസിലൂടെ റിക്കവറിയും സാധ്യമാണ്. ഇവിടെ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ റിക്കവറി ഒന്ന് ഫാസ്റ്റ് ആക്കാനായിട്ട് കുറച്ച് മൂവ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ വരുന്ന ചില എക്സസൈസുകൾ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്താണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്? പേഷ്യൻസ് ആദ്യം തന്നെ ആരെങ്കിലും ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് നല്ല ഫോഴ്സ്ഫുള്ളി ഈ കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരു തെറ്റായ പ്രാക്ടീസ്. ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി സ്ട്രെച്ച് ചെയ്യുന്നത് വഴി ആ ഷോൾഡറിലുള്ള വേറെ സ്ട്രക്ചേഴ്സ്, അവിടുത്തെ മസിലുകൾക്കും മറ്റ് ലിഗമെന്റുകൾക്കും സ്ട്രെസ് കൂടാനും അതുവഴി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫ്രോസൺ ഷോൾഡർ വന്നു കഴിഞ്ഞാൽ പാനിക്കായി ഫസ്റ്റ് തന്നെ സ്ട്രെച്ച് ചെയ്യാതെ സ്ലോ ആയിട്ടുള്ള പ്രോഗ്രസീവ് എക്സസൈസുകൾ ചെയ്ത് ആ ഒരു റിക്കവറിയിലേക്ക് എത്തുക. താങ്ക് യു.